റെസിപ്പി എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ് കിട്ടാറുള്ളത്. നല്ല ടേസ്റ്റാന്ന് പറയും എല്ലാവരും. അപ്പോൾ ഞാൻ എല്ലാ ബിരിയാണിയും ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത്രയും അഭിപ്രായം കിട്ടിയ റെസിപ്പി വേറെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകൊക്കെ തേച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ തന്നെയാണ് പൊരിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിങ്ങനെ നമുക്കിതൊന്ന് പൊരിച്ചെടുത്തിട്ട് ഇത് എണ്ണയും മസാലയും കൂടെ തന്നെ അങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 സവാള നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 സെക്കൻഡ് ഒന്നുകൂടെ അടച്ച് വയ്ക്കുക. കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ മാറണം. അപ്പോൾ അത് വരുന്ന അടച്ച് വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഈ മസാലയും എണ്ണയും എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നും എടുത്ത് കളയരുത്. മൊത്തത്തിൽ അതേപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഉള്ളിയിലും മസാലയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഈ ചെമ്മീൻ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. അത് കൂടുതൽ ചേർത്താൽ മല്ലീൻ്റെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. പിന്നെ ഒരു 2.5 ടീസ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതൊക്കെ കൂടിപ്പോയാൽ അതിൻ്റെ ആ കുത്തൽ മുന്നിട്ടിട്ട് നിൽക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറ്റ തക്കാളി ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് 1 ഗ്ലാസ്, അതായത് 1 കപ്പ് അരിൻ്റെ ബിരിയാണിയാണ് ചെയ്യുന്നത്. അതിൻ്റെ അളവാണ് പറയുന്നത്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ഗ്രേവി റെഡിയാക്കാൻ ഇത്രേ പണിയുള്ളൂ. ഇനി നമ്മളിത് ഗ്രേവി റെഡിയായി. ഇനി നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി ചോറ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറ് നമ്മൾ വേവിക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കുക. ചോറ് വേവിക്കുന്ന സമയത്ത് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, പിന്നെ 1 ടീസ്പൂണ് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് ആ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പൂ പോലെ വിട്ട് കിട്ടും കേട്ടോ ചോറ്. എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി പിന്നെ ചോറ് പിന്നെ ഗ്രേവി അങ്ങനെ ലെയർ ചെയ്തിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ദമ്മിട്ടാലും മതി. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്ത നെയ്യും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് ലോ ഫ്ലെയിമിലാണുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. 2 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം മൊത്തമായിട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം മൊത്തമായിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തുറന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിയൊക്കെ ഗ്രേവി കുറച്ചെടുത്ത് പിന്നെ അതിന് മുകളിൽ നമ്മൾ റൈസ് എടുക്കും, അങ്ങനെയാണ് സെർവ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിങ്ങനെ മൊത്തത്തിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ ചോറിലേക്കൊക്കെ നല്ല ചെമ്മീൻ്റെ ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടപ്പോൾ നല്ല പൂ പോലെ വിട്ടുള്ള ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന്
കമൻറ്റ് ചെയ്യണം.